നമസ്കാരം, തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. ആമിയ ഗോൾഡൻ ഡയമണ്ട്സ് ബൈപ്പാസ് റോഡ് ചെമ്മാട്. വാർത്തകൾ വിശദമായി. വേങ്ങര ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സ്വകാര്യ ധനകാര്യ സ്ഥാപനങ്ങളായ കാരാട്ട് കുറീസ്, നിധി ലിമിറ്റഡ് എന്നിവ പൂട്ടി ഉടമകൾ മുങ്ങിയ സംഭവത്തിൽ രണ്ടാം പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. മലപ്പുറം ചുങ്കത്തറ പൂക്കോട്ടുമണ്ണ സ്വദേശി ശ്രീജിത്തിനെയാണ് പാലക്കാട് ടൗൺ സൗത്ത് പോലീസ് മലപ്പുറത്ത് നിന്ന് അറസ്റ്റ് ചെയ്തത്. ചിട്ടിയുടെ ലക്ഷങ്ങളുടെ നിക്ഷേപം സ്വീകരിച്ച് കാലാവധി പൂർത്തീകരിച്ചിട്ടും നിക്ഷേപകർക്ക് പിടിച്ച തുക നൽകാതെ ചതി ചെയ്ത് സ്ഥാപനം പൂട്ടി ഉടമകൾ ഒളിവിൽ പോയി എന്ന പരാതിയുടെ അടിസ്ഥാനത്തിലാണ് നടപടി. മറ്റു രണ്ട് പ്രതികളായ മുബഷീർ, സന്തോഷ് എന്നിവർക്കായി അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. സ്ഥാപനത്തിനെതിരെ 200ഓളം പരാതികൾ ലഭിച്ചിട്ടുണ്ടെന്ന് പോലീസ് പറഞ്ഞു. കാരാട്ട് കുറീസ്, നിധി ലിമിറ്റഡ് എന്നീ സ്ഥാപനങ്ങളുടെ MD പാലേമാട് ഉണിച്ചന്തം കിഴക്കേതിൽ സന്തോഷ്, ഡയറക്ടർ എടക്കര പാലോളി മുബഷീർ എന്നിവർക്കെതിരെയാണ് പോലീസ് കേസെടുത്തത്. പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി കോടതിയിൽ ഹാജരാക്കി. സ്ഥാപനം റെയ്ഡ് ചെയ്ത് സ്ഥാപനത്തിലെ രേഖകളും മറ്റും രജിസ്റ്ററുകളും പോലീസ് പിടിച്ചെടുത്തിരുന്നു. പാലക്കാട് ജില്ലയിൽ മണ്ണാർക്കാട്, ഒറ്റപ്പാലം, പട്ടാമ്പി എന്നിവിടങ്ങളിലും മലപ്പുറം, തൃശൂർ ജില്ലകളുടെ വിവിധ ഭാഗങ്ങളിലും സ്ഥാപനത്തിന്റെ ബ്രാഞ്ച് പ്രവർത്തിക്കുന്നതായും അവിടെയും ഇത്തരത്തിൽ ധാരാളം പരാതികൾ ലഭിച്ചിട്ടുള്ളതായി പോലീസ് പറഞ്ഞു. മറ്റു രണ്ട് പ്രതികൾക്കായി പോലീസ് തെരച്ചിൽ നടത്തിവരുന്നുണ്ട്. കേസിൽ പാലക്കാട് ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം കേസിന്റെ അന്വേഷണത്തിൽ പാലക്കാട് SP അശ്വതി ജിജി IPS, സൗത്ത് ഇൻസ്പെക്ടർ ആദം ഖാൻ, സൗത്ത് പോലീസ് സ്റ്റേഷനിലെ സബ് ഇൻസ്പെക്ടർമാരായ ഐശ്വര്യ, വിജയകുമാർ, വിനോദ് കുമാർ, അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർമാരായ ബിജു, ഹരിപ്രസാദ്, സീനിയർ പോലീസ് ഓഫീസർമാരായ ശശികുമാർ, അജിത്, മൃദുലേഷ് തുടങ്ങിയവർ 3 ടീമുകളിലായി അന്വേഷണം നടത്തിവരുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, തിരൂരങ്ങാടി ടുഡേ.